തെരഞ്ഞെടുപ്പ് കാലാണ്. പലരെയും ചാക്കിട്ട് പിടിക്കാൻ പലരും പാത്തും പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അയ്യോ എന്നെ ചാക്കിട്ട് പിടിക്കാൻ വരുന്നേന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കാനും പലരും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ജാഗ്രത. പത്മജാജി BJPയിലേക്ക് പോയത് ഞെട്ടലോടെയാണല്ലോ പലരും കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പതാണ്ട് പുതിയൊരു ആരോപണം വരുന്നു. പത്മജാജിനെ ചാക്കിട്ട് പിടിക്കാനേ വേറൊരാൾ നോക്കിയിരുന്നു. അത്രേ ആരാ? EP ജയരാജൻ. EP ജയരാജനുമായിട്ട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ബന്ധപ്പെടാൻ പറഞ്ഞു. പത്മജ വേണുപോലെ ബന്ധപ്പെട്ടു. അദ്ദേഹം സംസാരിച്ചു എൻ്റെ ഫോണിൽ നിന്ന്. അപ്പം നമ്മൾ LDFൻ്റെ ഭാഗമാകണതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് സംസാരിച്ചു. എന്തേ കേൾക്കണത്? പത്മജ വേണുഗോപാലിനെ LDFന്റെ ഭാഗമാക്കാൻ EP ജയരാജൻ സംസാരിച്ചിരുന്നോ? ഈ പറയണതൊക്കെ EP അറിയുന്നുണ്ടാവോ? അതായത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പത്മജ പ്രചാരണത്തിനൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാ? അവഗണന കൊണ്ടുള്ള മാനസിക വേദന എന്നെ കാരണം. അങ്ങനെ ആരും വിഷമിച്ചിരിക്കാൻ EP സമ്മതിക്കില്ല. വരൂ, ആ കുട്ടിയെ വിളിക്കൂ, നമുക്ക് സംസാരിച്ച് നമുക്ക് ആ കുട്ടീനെ LDFയിലേക്ക് കൊണ്ടുപോവാന്ന് EP പറഞ്ഞു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയണത്. അന്ന് LDF കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഓഫർ എന്ന് പറയണത് അവരെ മാന്യമായി അക്കോമഡേറ്റ് ചെയ്യാൻ അന്ന് അവർക്കൊരു നല്ല പദവി എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ. പക്ഷേ വനിതാ കമ്മീഷൻ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചതിന് അങ്ങനെ ഒരു സംഭവം പറഞ്ഞാൽ നടക്കുമോ? പറഞ്ഞോളാൻ പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ച് കൊടുക്കൽ ഞാനല്ല തീരുമാനിക്കുന്ന ഗവൺമെൻറ്റാണ്. LDFയിലേക്ക് ഒന്ന് വന്ന് തന്നാ മതി, എന്തോട്ട് സ്ഥാനം വേണമെന്ന് വെച്ചാൽ നമുക്ക് റെഡിയാക്കാന്നൊക്കെയാണ് ദല്ലാൽ നന്ദകുമാർ പറയണത്. EP ഇതൊക്കെ കേൾക്കണ്ടല്ലോ അല്ലേ? അല്ല ദല്ലാലേട്ടാ, ഇങ്ങനെ സ്ഥാനങ്ങളൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടും പത്മജാജി എന്തിയാ LDFയിലേക്ക് പോവാണ്ടിരുന്നത്? ആ പദവിയേക്കാൾ സൂപ്പർ പദവികൾ, സൂപ്പർ പൊസിഷൻസ് ചിന്തിച്ച് ആ പൊസിഷൻ അക്കോമഡേറ്റ് ചെയ്ത് പോകാനൊരു വിഷമം എന്തോ വന്നു. അതാണ് ആ സംഭാഷണം മുറിഞ്ഞു പോകാൻ കാരണം. ഇവിടുത്തെ ഈ ചെറിയ ചെറിയ പദവിക്ക് ആർക്ക് വേണം? കിട്ടുമ്പോൾ കേന്ദ്രത്തിൽ തന്നെ ഒരു പിടി കിട്ടണതല്ലേ അതിൻ്റെ ഒരു വെയിറ്റ്. അതുകൊണ്ട് ഇമ്മക്ക് ഇതൊന്നും പോരാന്ന് പറഞ്ഞ് പത്മജാജി പൊടി നെട്ടിപ്പോയി എന്നാണ് ദല്ലാൽ നന്ദകുമാറിന്റെ അടുത്ത വാദം. എന്തൊക്കെ വാദങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ട് ഇനി എന്തിട്ട കാര്യം? പത്മജാജി ഇപ്പൊ മോദി ഗ്യാരണ്ടിയുടെ ഫാൻകളായി മാറിയില്ലേ? പിന്നെ പണ്ട് ചാക്കിടാൻ നോക്കിയ കാര്യം പറഞ്ഞിട്ടൊക്കെ ഇനി എന്തിട്ട് കാര്യമുണ്ട്? ഇക്കാര്യത്തിൽ സ്വന്തം പാർട്ടി, ഭരണകക്ഷി, പ്രതിപക്ഷം അങ്ങനെയൊന്നും ഇല്ലടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല ലീഡർഷിപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് മോദിജിയുടെ നല്ല ലീഡർഷിപ്പാണ്. അപ്പം അതെന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണം ശരിയാണോ തെറ്റാണോ എന്നൊന്നും EP ജയരാജൻ പറഞ്ഞിട്ടില്ല. എങ്ങാനും ശരിയാണെങ്കിൽ നിങ്ങളാള് കൊള്ളാലോ EP. അന്ന് സന്തത സഹചാരിയായി അന്നത്തെ ഉമാ തോമസിനോടൊപ്പം വർക്ക് ചെയ്ത ഒരു KPCC ജനറൽ സെക്രട്ടറി ഉണ്ട്, പേര് വെളിപ്പെടുത്താൻ പറ്റില്ല. അതിനെയും ബന്ധപ്പെട്ട് പക്ഷെ KPCC ജനറൽ സെക്രട്ടറി 50% മനസ്സും 50% മനസ്സില്ലായ്മയായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായ അതാരപ്പ അങ്ങനെ ഒരു KPCC ജനറൽ സെക്രട്ടറി? അങ്ങനെ അത്തരത്തിലുള്ള ഓഫറൊന്നും വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ അങ്ങനൊരു ക്ഷണമുണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എനിക്ക് അത്തരത്തിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടും ഞാൻ വളരെ ശക്തമായി കോൺഗ്രസിൽ വന്ന കാലം മുതൽ നിൽക്കുന്നൊരു വ്യക്തിയായതുകൊണ്ടും അത്തരം ഓഫറുകളൊന്നും എടുക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് തന്നെ അത് താല്പര്യമില്ല എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ EP ജയരാജൻ KPCC ജനറൽ സെക്രട്ടറി ആയ ദീപ്തി മേരി വർഗീസിനോടും സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ കൊടുത്തത് ചില്ലറ ഓഫറൊന്നല്ല മക്കളെ. LDFയിലേക്ക് വരാണെങ്കിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ദീപ്തിനെ നിർത്താമെന്നാണ് EP പറഞ്ഞതെന്നാണ് പറയണത്. പത്മജാജിയുടെ കാര്യം പറഞ്ഞ പോലെ ദല്ലാളല്ല അത് പറഞ്ഞത്, ദീപ്തി ചേച്ചി നേരിട്ടിട്ടാണ്. EPക്ക് ഇപ്പോഴൊന്നും പറയാനില്ല അല്ലേ? ശരിക്കും എന്തുട്ടാ ചേച്ചിയെ EP വിളിച്ചപ്പോ പറഞ്ഞത്? അല്ല, അവർ മറ്റൊന്നും പറഞ്ഞില്ല. അവർ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ പലതവണ അവർ എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഞാൻ ആദ്യം സംസാരിക്കാൻ തയ്യാറായില്ലായിരുന്നു. പിന്നീട് സംസാരിച്ച് അവരങ്ങനെ ഒരു അവർ പാർട്ടിയിലേക്ക് വരണമെന്നൊരു ക്ഷണമുണ്ടായി. പക്ഷേ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. എല്ലാ കാലത്തും ഞാനൊരു കോൺഗ്രസ്സുകാരിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അന്നത് സ്നേഹപൂർവ്വം അത് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ദീപ്തി ചേച്ചി എക്സ്ട്രാ ഡീസൻ്റ് ആയതുകൊണ്ട് ആ ഓഫറൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് നിരസിച്ചു. പിന്നെ ദീപ്തി ചേച്ചി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്നും കോൺഗ്രസ്സുകാരിയായിട്ടിരിക്കുന്നു. ഈ വാചകങ്ങൾ മുമ്പ് ആരോ പറഞ്ഞിട്ടുള്ളത് പോലെ തോന്നുന്നു. അങ്ങനെ എന്ത് വന്നാലും ഞാൻ ഈ പാർട്ടി തന്നെ നിന്ന് അങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഏതോ ദുർബല നിമിഷത്തിൽ പറഞ്ഞു പോയതാ. ഇപ്പൊ സർവം കാവ്യമയം, എല്ലാം മോദിജി തന്നെ. ജയ് സംഘശക്തി എന്നാണ് ലൈൻ. അതുകൊട്ടെ. എന്നിട്ട് EP ജയരാജൻ എങ്ങനെയാ സംസാരിച്ചത്? ഫോണിലൂടെയാണോ അതോ നേരിട്ടാണോ? അല്ല, അതൊക്കെ പറഞ്ഞ ആള് തന്നെ പറയട്ടെ. എന്താ ദീപ്തി ചേച്ചി ഒരു പേടി പോലെ? തൃക്കാക്കരയിലെ സീറ്റ് തന്നെയായിരുന്നോ ഓഫർ? അല്ല, അതൊക്കെ പറഞ്ഞ ആളുകൾ പറയട്ടെ.
ഞാൻ പറഞ്ഞു. ചേച്ചി പിന്നെയും EP ജയരാജൻ വിളിച്ചു എന്നും പറയുന്നുണ്ട്. കൂടുതൽ അങ്ങോട്ട് മനസ്സ് തുറക്കാൻ ചേച്ചിക്ക് ഒരു വിമ്മിഷ്ടം പോലെ. എല്ലാം വെറും ആരോപണം മാത്രം എന്നുള്ള LDF ക്യാപ്സ്യൂൾ ഇതുവരെ വന്നില്ലല്ലോ. എല്ലാരും എവിടെ പോയി? എനിക്കറിയില്ല, നമ്മുടെ അറിവിലുള്ളതല്ല. ഞങ്ങളങ്ങനെ അപ്പുറത്തെ സ്ഥാനാർത്ഥി നോക്കുന്ന സമയമായിരുന്നില്ലല്ലോ അത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ സ്ഥാനാർത്ഥിയൊക്കെ അവതരിപ്പിച്ചത്. എപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറയുന്ന നേതൃത്വത്തിന് കീഴിലിരിക്കുന്ന ആളുകൾക്ക് വേറെ തരത്തിലുള്ള ചാഞ്ചാട്ടവും ചാഞ്ചല്യോ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഇത്തരം മാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ദിസ് ഇസ് ന്യൂ ക്യാപ്സ്യൂൾ. ഇനി നമുക്കൊന്ന് തൃശ്ശൂരിക്ക് പോകാം. അവിടെ VS സുനിൽകുമാറിന് വേണ്ടി A വിജയരാഘവൻ വോട്ട് വയ്ക്കുന്നുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും വലിയ അപകടം ഈ നാട്, ഇന്ത്യ നേരിടുന്ന ഈ സന്ദർഭത്തെ അതിജീവിക്കാനുള്ള മഹാപോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ പോരാട്ടത്തിൽ ഈ നിയോജകമണ്ഡലത്തിൽ അഗ്രഗാമിയായി സഖാവ് VS സുനിൽകുമാർ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ. അയ്യോ സഖാവ്, ചിഹ്നം മാറിപ്പോയി. അരിവാൾ ചുറ്റിക നക്ഷത്രമല്ല, അരിവാളും നെൽക്കതിരും. അതിന്റെ 2 തവണ പറയാം. മനുഷ്യന്മാരല്ലേ, ഒരു തെറ്റൊക്കെ പറ്റും. തെറ്റ് പറ്റിയാൽ എന്താ, 2 തവണ പറയാന്ന് പറഞ്ഞില്ലേ? 2 തവണ ഉറക്ക ചിഹ്നം പറഞ്ഞ് ആ ചമ്മലങ്ങ് മാറ്റി കാണിച്ചു കൊടുക്കും സഖാവെ. അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് സുനിൽകുമാറിനെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് എത്തിക്കണം. ഒന്നുകൂടി ഞാൻ പറയുന്നു, ചുറ്റിക അരിവാൾ നക്ഷത്രം എന്ന അടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് സഖാവ് സുനിലിനെ. വീണ്ടും ഒരു തവണ മാത്രമേ തെറ്റുപറ്റാൻ പാടുന്ന ആരാ പറഞ്ഞത്? നമ്മൾ വീണ്ടും തെറ്റിക്കും. എന്താ ചൂടില്ല, ആകെ വേർത്ത് പോയി. വേഗം മാറ്റി പറയും സഖാവെ. കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞു, അപ്പൊ എല്ലാരും ചിരി നിർത്തിക്കോളും. പോരട്ടെ, ഒരിക്കലും തെറ്റാൻ പാടില്ല. അതുകൊണ്ട് അരിവാൾ നെൽക്കത്തിനടയാളത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് സഖാവ് സുനിൽകുമാറിനെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തയക്കണം. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം, എല്ലാവരുടെയും നേതൃത്വം ഉണ്ടാവണം, എല്ലാവരുടെയും മുൻകൈ ഉണ്ടാവണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും. ഇപ്പം മുടുക്കനായി. എന്താ എല്ലാവരും ചിരിക്കണത്? കോൺഗ്രസ്സുകാർക്ക് ദേശീയ ഗാനം തെറ്റിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ചിഹ്നവും തെറ്റിക്കാം. അല്ല പിന്നെ എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.